54 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാൻ. മൂന്നാറിൽ നിന്നാണ് നമ്മൾ വട്ടവടയിലേക്ക് പോകുന്നത്. 54 കിലോമീറ്റർ ദൂരമാണ് മൂന്നാറിൽ നിന്ന് വട്ടവടയിൽ. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. റോഡിൻ്റെ ഇരുവശവും തേയിലത്തോട്ടങ്ങളാണ്. ഒരു ഭാഗത്ത് അഗാധമായ കൊക്കയാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് നല്ല ഉയർച്ചയാണ്. പോകുന്ന വഴികളിലെല്ലാം ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ തേയില ഫാക്ടറികളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇറങ്ങി വിശ്രമിക്കാം. പക്ഷേ വട്ടവടയിലേക്കുള്ള 54 കിലോമീറ്റർ ദൂരം താണ്ടണമെങ്കിൽ നമ്മൾ ചുരുങ്ങിയത് ഒരു 3 മണിക്കൂറിനും മീതെ, അതും ട്രാഫിക്കുള്ള സമയമാണെങ്കിൽ അതിലും കൂടുതലായിട്ട് വരുന്നുണ്ട്. ഒരുപാട് നേരമൊന്നും എവിടെയും ഇറങ്ങി കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയില്ല. കാരണം വട്ടവടയിലെത്തി അവിടെ നിന്നും അവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോരണമെങ്കിൽ ഒരുപാട് സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്ക് പോകുന്നവർ എവിടെയും നിർത്താതെ നേരെ വട്ടവടയിലേക്ക് പോവുകയാണ് സാധാരണ പതിവ്. പിന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പിന്നെ പതുക്കെ എത്തിയാലും കുഴപ്പമില്ല. വട്ടവടയിലേക്ക് പോകുന്ന സ്ഥലത്ത് എക്കോ പോയിൻ്റ്, അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇതിലെ ഇടയിൽ നമുക്ക് ഇറങ്ങി കാണാനുണ്ട്. അത് കണ്ട് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് പോവാം. എന്തായാലും വട്ടവടയിലേക്കുള്ള ഈ യാത്രയാണ് കൂടുതലും ഭംഗി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാത്തൊരു തടാകട്ടത് അടിപൊളിയാണ്. പിന്നെ തണുപ്പ് വട്ടവടയിലേക്ക് എത്തും തോറും കൂടി വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയും കിലോമീറ്റർ നമ്മൾ ഹൈ റേഞ്ചിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തണുപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വട്ടവടയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ. ബേജാറാക്കുന്ന സ്ഥലങ്ങളാണ്. കാട്ടിലൂടെ കുറച്ച് ദൂരം പോയിട്ടാണ് നമ്മൾ വട്ടവട എന്ന ഗ്രാമത്തിലെത്തുന്നത്. ആ കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. അവർ നമ്മളോട് പ്രത്യേകം പറയും, തിരിച്ചു വരുന്നുണ്ടെങ്കിൽ 6 മണിക്ക് മുന്നായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരണം. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. ഇനി നമ്മൾ ഈ കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വട്ടവട എന്ന ചെറിയൊരു ഗ്രാമത്തിൽ നമ്മളെത്തും. വളരെ ഭംഗിയുള്ള ഒരു കാട്ടുപ്രദേശമാണ്. അവർ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ വഴിയിൽ എവിടെ നിർത്തരുത്, ഫോട്ടോ എടുക്കരുത്. കാരണം വന്യമൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലങ്ങളാണല്ല. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ വട്ടവടയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവിടെയുള്ള സ്ഥലം. അവിടെ ആകെ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ, അതും ചെറിയ ഹോട്ടലാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം കഴിച്ചു വരാം. ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടി വരും. നമ്മൾ വിചാരിച്ച ഭക്ഷണമൊന്നും കിട്ടില്ല. പിന്നെ വട്ടവട എന്ന് പറയുന്നത് അത്ര വലിയൊരു സിറ്റി ഒന്നല്ല, ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഒരുപാട് പേര് പറയുന്നത് കേട്ടപ്പോൾ നമ്മളവിടെ വലിയൊരു ടൗൺ ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെയല്ല. ഇനി വട്ടവടയിൽ എത്തിയിട്ടുള്ള വീഡിയോ ഇതിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. വട്ടവടയിൽ എന്തൊക്കെ കാണാനുണ്ട്, വട്ടവടയിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഓഫ് റോഡിൽ അവിടെയൊക്കെ പോവാണ്ട്, ഈ ഓഫ് റോഡിൽ പോകേണ്ട ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ എന്തൊക്കെ കാണാനുണ്ട്, അതിനുള്ള പൈസ മുടക്കുന്നതിനുള്ളതുണ്ടോ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.